ഈ രഹസ്യം കോടീശ്വരന്മാർ ഉറക്കെ പറയാറില്ല. കോടീശ്വരന്മാർ തങ്ങൾ എങ്ങനെ യഥാർത്ഥത്തിൽ സമ്പന്നരായി എന്നതിനെക്കുറിച്ച് അപൂർവമായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മിന്നുന്ന കാറുകളോ നിശബ്ദമായ ട്വീറ്റുകളോ അല്ല യഥാർത്ഥ കാരണം. ഇതാ വ്യക്തവും ലളിതവുമാണ്. അവർ സമ്പത്ത് ഓട്ടോമേറ്റ് ചെയ്യുന്നു. അവർ അത് പിന്തുടരുന്നില്ല. വിരസമായി തോന്നുന്നുണ്ടോ? നല്ലത്. കാരണം വിരസതയാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. മിക്ക ആളുകളും പിന്നോട്ടോടുന്നു. അവർ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നു. അവശേഷിക്കുന്നതെല്ലാം ലാഭിക്കുന്നു. പിന്നീട് അത് കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോടീശ്വരന്മാരോ, അവർ അത് വിപരീതമാക്കുന്നു. അവർ ഒരിക്കൽ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. തുടർന്ന് സിസ്റ്റത്തെ എന്നേക്കുമായി ഭാരമേറിയ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുന്നു. മേൽക്കൂരകളിൽ നിന്ന് അവർ നിലവിളിക്കാത്ത ശാന്തമായ സത്യം ഇതാണ്: സമ്പന്നർ ഇച്ഛാശക്തിയെ ആശ്രയിക്കുന്നില്ല, അവർ സിസ്റ്റങ്ങളെ ആശ്രയിക്കുന്നു. അവർ ലാഭിക്കാൻ ഓർക്കുന്നില്ല, അവർക്ക് സമ്പാദ്യം യാന്ത്രികമാക്കുന്നു. അവരുടെ പണം അക്കൗണ്ടിലെത്തുമ്പോൾ അത് ഇതിനകം വിഭജിക്കപ്പെട്ടിരിക്കും. ഒരു ഭാഗം ദീർഘകാല നിക്ഷേപങ്ങളിലേക്ക് പോകുന്നു, അതേ വിപണി താഴുമ്പോഴും. ഒരു ഭാഗം കുറ്റബോധമില്ലാത്ത ചെലവുകളിലേക്ക് പോകുന്നു, കാരണം വിനോദം പദ്ധതിയുടെ ഭാഗമാണ്. ബാക്കിയുള്ളത് കുഴപ്പങ്ങളില്ലാത്ത ജീവിതത്തിന് മാത്രം മതി. അവർ കൂപ്പൺ ചെയ്യുന്നില്ല, ഓരോ കാപ്പിയും ബജറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? കാരണം അവർക്കറിയാം, നിങ്ങൾ മിതവ്യയം ചെയ്യേണ്ടതില്ല, നിങ്ങൾ മൈൻഡ്ഫുള്ളായിരിക്കണം. അവർ ഒരിക്കൽ അവരുടെ അക്കൗണ്ടുകൾ സജ്ജമാക്കുന്നു, വൺസ് ഓൺലി അവരുടെ ശതമാനങ്ങൾ സജ്ജമാക്കുന്നു. തുടർന്ന് സമയവും കോമ്പൗണ്ടിങ്ങും അവരുടെ നിശബ്ദ മാജിക് ചെയ്യാൻ അനുവദിക്കുന്നു. സമ്മർദ്ദമില്ല, ഊഹിക്കേണ്ടതില്ല, ഇല്ല ഓ ഇത് ഇതിനകം 28ാമത്തെയാണ് എന്ന് ഓർക്കേണ്ടതില്ല. അവർ നിങ്ങളോട് പറയാത്തത് ഇതാണ്: നിങ്ങൾ നേരത്തെ ആരംഭിക്കും തോറും നിങ്ങൾക്ക് മണ്ടനാകാനും ഇപ്പോഴും വിജയിക്കാനും കഴിയും. കാരണം സമയം ശരാശരി തീരുമാനങ്ങളെപ്പോലും വർദ്ധിപ്പിക്കുന്നു. എന്നാൽ കാലതാമസം കുറച്ച് വർഷങ്ങൾ പോലും ലക്ഷങ്ങൾ ചിലവാകും. അവർ മികച്ച സ്റ്റോക്ക് ഗവേഷണം ചെയ്യാൻ മണിക്കൂറുകൾ പാഴാക്കുന്നില്ല. അവർ സോളിഡ് ഇൻഡെക്സ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ അത് സാവധാനത്തിൽ എന്നാൽ സ്ഥിരമായി വളർന്നെടുത്ത് പണം നിക്ഷേപിക്കുന്നു. പക്ഷേ സ്കെയിലബിൾ അല്ല, വൈറൽ അല്ല, പക്ഷെ നിശബ്ദമായി സമ്പന്നരാണ്. അതുകൊണ്ട് അടുത്ത തവണ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ബെൻസ് കാണിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുക: അവരുടെ പണം ഉറങ്ങുമ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ? അതോ സമ്പന്നമായി കാണപ്പെടാൻ 24/7 ജോലി ചെയ്യുന്നവരാണോ അവർ? യഥാർത്ഥ സമ്പത്ത് മന്ത്രിക്കുന്നു. അത് ഓട്ടോ ഡെബിറ്റുകളിലാണ്, നാടകത്തിലല്ല. സിസ്റ്റം സജ്ജമാക്കുക, അത് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുക, നിങ്ങളുടെ ജീവിതം നയിക്കുക. ഓർമ്മിക്കുക, ബോറടിക്കുന്നതായി തോന്നുന്നുവെങ്കിൽ അത് ഒരു പക്ഷേ പ്രവർത്തിക്കും. If you love to watch this video, you can like, share, comment and subscribe.